നിൽക്കുന്ന പോലെ നമ്മളെ ബീറ്റ ഫിഷ് എപ്പോഴും ഹെൽത്തി ആൻഡ് ലോങ് ലൈഫ് ആയിരിക്കാനുള്ള ഒരു കിഡിലും ട്രിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ. ബീറ്റ ഫിഷിന് എപ്പോഴേ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഇതിനെപ്പോഴും നല്ല ഹൈഡിങ് സ്പേസ് വേണം, അതുപോലെ നല്ല ഫുഡ് കൊടുക്കണം. നമ്മളെപ്പോഴും കൊടുക്കുന്ന പെല്ലറ്റ്സ് കൂടാതെ വീക്ക്ലി 1 or 2 ടൈംസ് ഇതുപോലുള്ള വല്ല ട്രീറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണില്ല. നമ്മൾ ഈ പെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മളെ പെറ്റ്സിന് നമ്മൾ ട്രീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ വേംസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അവനിത് കൊടുക്കുമ്പോൾ നോക്കി അത് കണ്ടാൽ തന്നെ ആൾ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര അഗ്രസീവ്നെസ് ഒക്കെയാണ്. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ അങ്ങനെ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടൊന്നും നോർമൽ പെല്ലറ്റ് ആണെങ്കിൽ എടുക്കില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതിനൊരു എക്സസൈസാണ്. നമ്മളൊരു 10 to 15 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് എൻഗേജ് ആയി കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ, ഒരുപാട് കാലം നിൽക്കും എന്നൊക്കെയാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫിഷിനെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഫിഷിനെ നോക്കി എടുക്കാതെ ഒരു 3 to 4 months ഏജുള്ള ഫിഷിനെ എടുക്കുക. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഭംഗി കുറവായിരിക്കും, കാരണം ചെറിയ ഫിഷായിരിക്കും കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ കണ്ണിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ ഫിഷ് ഹെൽത്തി ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ക്യൂരിയസ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.